ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു യമനി കുബൂസ് ആയിട്ടുള്ള തമീസിൻ്റെ റെസിപ്പിയാണ്. ഒരു ജുബ്ന തമീസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചായയുടെ കൂടെയൊക്കെ നമുക്ക് കറികളൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 3 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് പൊടി അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പിന് അളന്നെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. ഇനി 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ചേർക്കാനുള്ള പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. പൊങ്ങിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ചേർക്കാം. ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൈദയിൽ തന്നെയാണ് സാധാരണ തമീസ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഗോതമ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ മൈദയിലാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചപ്പാത്തി മാവിൻ്റെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ച വെള്ളമല്ല, വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ചൂടുവെള്ളം കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ, ആ ഒരു ചൂട് കാരണം തന്നെ. അപ്പോൾ നല്ല പോലെ കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ചിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് പാകത്തിന് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പാകം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു പാകത്തിന് തന്നെ അത്രയും ഇതിൽ മതി കേട്ടോ, ഒരുപാട് ലൂസായിട്ട് എടുക്കരുത്. അപ്പം മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലൊന്ന് മുകളിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല പോലെ പൊങ്ങിയതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വെറും 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ ഇതുപോലെ പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം നിങ്ങൾ വെച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കുക. ഇത് നമുക്കൊരു 4 പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. അതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഒരു തവക്കോ പാനിനോ അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ചെയ്താൽ മതി. ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈ കൊണ്ട് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ, അതിന് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മാവൊന്ന് കുഴച്ച് വെക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ചെഡർ ചീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് സാധാരണ ഈ ജുബ്ന എന്ന് പറയുന്നത് ചീസാണ് കേട്ടോ, ചെഡർ ചീസ് തന്നെയാണ് ചേർക്കാറുള്ളത്. ഞാനിവിടെ ഈ ഒരു ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് യെല്ലോ ചെഡർ ചീസാണ് ശരിക്കും ഇതിലേക്ക് ചേർക്കാറുള്ളത്. ഇതിൻ്റെ അടുത്ത് യെല്ലോ ഇല്ലാത്ത കാരണം ഞാൻ ഈ ഒരു വൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ചീസ് പുറത്ത് പോവാത്ത രീതിയിൽ നമ്മൾ ഒന്ന് പതുക്കെ ഒന്ന് പരത്തിയെടുക്കുക. ചീസ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചീസിൻ്റെ അളവിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ലോണം ചീസ് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് പുറത്ത് പൊട്ടി പോകാത്ത രീതിയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് കനം കുറച്ചിട്ട് പരത്തരുത്. സാധാരണ നമ്മൾ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകമാണ് കേട്ടോ, അത് എള്ളല്ല, കരിഞ്ജീരകമാണ് സാധാരണ ചേർക്കാറുള്ളത്. ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ കൈയൊന്ന് നനച്ചെടുക്കുക. എണ്ണല്ല കേട്ടോ, കൈയൊന്ന് വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് ഇതുപോലെ നമ്മൾ വിരലിൻ്റെ അറ്റം വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇത് സാധാരണ കുബൂസ് പോലെ പൊങ്ങി വരാൻ പാടില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അതുപോലെ കനം കുറഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങൾ നല്ല മൊരിഞ്ഞിട്ടും കിട്ടും. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. സാധാരണ കുബൂസ് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക, ഇത് നല്ല മൊരിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. ആ വിരൽ വെക്കാത്ത ഭാഗങ്ങൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടും വിരൽ വെച്ച ഭാഗങ്ങൾ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുക. ഇനി നമ്മളിത് എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഒരു തവയിലോ പാനോ ചൂടാക്കിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കുക. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊന്നും നമ്മൾ കുടഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഓയിലോ നെയ്യോ ഒന്നും ചേർക്കരുത് കേട്ടോ. വെള്ളത്തിൽ തന്നെ തൊട്ടിട്ടൊന്ന്
നന്നായിട്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിരൽ വെച്ചിട്ട് കുത്തിയിട്ടുള്ള ആ ഭാഗങ്ങൾ നല്ല കനം കുറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ ഭാഗം പെട്ടെന്ന് തന്നെ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക, എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ മൊരിയിച്ചെടുക്കുക. ഇത് സാധാരണ നമ്മൾ തവയിലെ പാനിലല്ല അവരെ കുബൂസ് ഉണ്ടാക്കുന്ന അതേ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തവയിൽ വെച്ചിട്ട് ചെയ്യുക. ഓവനിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓവനിൽ കാണിക്കാത്തതിൻ്റെ കാരണം എല്ലാവർക്കും ആ ഒരു സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് തവയിൽ കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗം നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്കിത് തവയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇടയ്ക്കൊന്ന് കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനൊന്നും ചുട്ടെടുക്കുന്നത് കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുട്ട് വെച്ചിട്ട് കഴിക്കരുത് കേട്ടോ. നമ്മൾ കഴിക്കാനിരിക്കണ കുറച്ച് മുമ്പായിട്ട് തന്നെ ചുട്ടെടുക്കുക. ചൂടോട് കൂടി കഴിക്കണം, എന്നാലേ ആ ഒരു മൊരിച്ചിലുണ്ടാവുള്ളൂ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക. ഞാൻ നേരത്തെ ഈ തമീസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫൂലും ദാലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ് ദാൽ അതുപോലെ തന്നെ ഫൂല്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ചീസുള്ള കാരണം തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കുബൂസൊക്കെ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ ഈ ഒരു തമീസും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.